ഗസ്റ്റ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴത്തിലേക്ക് വലിയിറക്കുവിൻ എന്ന യേശുവിൻ്റെ ആ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും ദമ്പതിമാരുടെ ഇടയിലും ഒക്കെ വളരെ വൈവിധ്യമാർന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരനുഗ്രഹീത കർത്തൃദാസൻ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ജോൺ ജേക്കബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മൈലപ്രയിലുള്ള അഗാപ്പെ ഫാമിലി വെൽനസ് സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ കേരളക്കരയിൽ എന്നല്ല ലോകമെമ്പാടും അനേകരെ ദൈവിക അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രദ്ധിക്കാം. താങ്കൾ എങ്ങനെയാണ് ഈ കൗൺസിലിംഗ് രംഗത്തേക്കും ഒക്കെ വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഞാനൊരു യുവാവായിരുന്നപ്പോൾ തന്നെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് അർത്ഥപൂർണമായി ഈശ്വരൻ ഇങ്ങോട്ട് അയച്ച ഉദ്ദേശം നിറവേറ്റി ജീവിച്ച് മടങ്ങണം എന്ന ചിന്ത എന്നെ വളരെ ശക്തമായി ഭരിച്ചിരുന്നു. ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അന്വേഷണം സാധാരണ കവിഞ്ഞ് എന്നെ കൗമാരത്തിൽ വളരെ വിചാരപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ഞാൻ യുവജനങ്ങളുടെ ഇടയിലും അതുപോലെ മറ്റ് ആളുകളുടെ ഇടയിലും വളരെ ഇടപെടുന്ന ഒരു കാലഘട്ടമായിരുന്നു കൗമാരം. ആ കാലത്ത് ഞാൻ അഭിമുഖിച്ച ഒരുപിടി ആൾക്കാർ എന്നോട് പങ്കുവെച്ച ധാരാളം അനുഭവങ്ങൾ, അവർക്ക് കേവലം ഒരു ഉപദേശം പോരാ, പലർക്കും വിദഗ്ധമായ സഹായം ആവശ്യമുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവ് എന്നെ ഉളവാക്കി. അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരെ സഹായിക്കാൻ വേണ്ടി പലപ്പോഴും പല ബുക്കുകളും മറ്റ് ഇതുപോലുള്ള അനുഭവസ്ഥരുടെ കഥകളൊക്കെ വായിച്ച് ഇവരെ സഹായിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ഉദാഹരണമായിട്ട് എൻ്റെ സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ആ കാലത്ത് ഒരു ചൈൽഡ് അബ്യൂസിൽ കടന്നു പോകുന്ന അതിൻ്റേതായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ എന്നോട് പങ്കുവച്ചു. എൻ്റെ കോളേജിലെ ഒരു യുവാവ് ലഹരിക്ക് അടിമയായിട്ട് അവനതിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം എന്നോട് പങ്കുവച്ചു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ എൻ്റെ കൗമാര കാലഘട്ടത്തിൽ തന്നെ എന്നോട് പങ്കുവയ്ക്കുകയും ഇങ്ങനെയുള്ളവരെ സഹായിക്കണം, അങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഏകദേശം 40 വർഷം മുമ്പേ കേരളത്തിൽ കാര്യമായിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് മനഃശാസ്ത്രപരമായൊരു ശാഖയുണ്ടെന്നും അവിടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ശാഖയുണ്ടെന്നും ഒക്കെ വായനയിൽ കൂടെ അറിഞ്ഞാണ് ഞാൻ ഈ ഫീൽഡിൽ ആകർഷനായതും. മാത്രമല്ല പിന്നീട് ഇതാണ് ഈ ആയുസ് കൊണ്ട് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമെന്ന വ്യക്തമായ ബോധ്യത്തോടെയാണ് പിന്നീട് ആ രംഗത്ത് വിദഗ്ധ പഠനത്തിന് പോവുകയും ഇപ്പോൾ PhD ഒക്കെ പൂർത്തിയാക്കി ഞാൻ ഈ രംഗത്തേക്ക് വരികയും ചെയ്തു. താങ്കളുടെ കൗൺസിലിങ്ങിൽ പങ്കെടുത്ത ധാരാളം യുവതി യുവാക്കന്മാർ അവർ പറയുകയുണ്ടായി, ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമായിരുന്നു അഗാപ്പെ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്നതും അങ്ങയുടെ കൗൺസിലിങ്ങളിൽ പങ്കെടുത്തതും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്, ദൈവിക അനുഭവമാണെന്ന് പലരും എന്നോട് പറയുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് കാണുമല്ലോ ഇതിൻ്റെ തുടക്കത്തിൽ. ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് വിവരിക്കാവോ? 40 വർഷം മുമ്പേ കൗൺസിലിംഗ് എന്താണെന്ന് പറഞ്ഞാൽ പോലും പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. എനിക്ക് വട്ടാണോ എന്ന് വരെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും പൊതുജനം ബോധവാന്മാരാകുകയോ അതിനെക്കുറിച്ചൊരു ജനകീയമായ അവബോധം ഉള്ള കാലഘട്ടമായിരുന്നില്ല. പിന്നീട് എന്നാൽ ഇപ്പം സ്ഥിതി അങ്ങനെയല്ല. അപ്പം കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് തന്നെ നമുക്ക് പൊതുജനത്തിന് ബോധമില്ലാത്ത ഒരു കാലത്താണ് ഈ ഇത്തരം ആളുകൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നും തക്ക സമയത്ത് അവരാരും അബ്നോർമൽസ് അല്ല, നോർമൽ പീപ്പിൾ ജീവിതത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണെന്നും അവർക്ക് തക്ക സമയത്തൊരു സഹായം കൊടുത്താൽ അവരുടെ ജീവിതം തന്നെ വീണ്ടും നോർമലായിട്ട് വന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമെന്നും എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഈ അവബോധം ഒരു കാലത്ത് സമൂഹത്തിലില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കൗൺസിലിംഗ് തുടങ്ങിയ കാലത്ത് അത്രയ്ക്കൊന്നും അവബോധം കൗൺസിലിങ്ങിനെ കുറിച്ചില്ല, ആളുകളൊന്നും വന്ന് മനസ്സ് തുറന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ പഠനം കഴിഞ്ഞ ഈ ഏകദേശം
ഇന്നത്തേക്ക് 35 വർഷം മുമ്പാണ് കൗൺസിലിംഗ് തുടങ്ങിയത്. 90കളിലാണ് ഞാൻ ആദ്യത്തെ കൗൺസിലിംഗ് സെൻറ്റർ തിരുവല്ലയിൽ ആരംഭിച്ചത്. ആ സമയത്ത് പോലും അപ്പോയിൻമെൻ്റ് എടുത്ത ആൾക്കാർ കേരളത്തിൻ്റെ വളരെ വിദൂര സ്ഥലത്തുനിന്ന് തന്നെ കാണാൻ വരുമായിരുന്നു. അങ്ങനെ പക്ഷെ അതുകൊണ്ടൊന്നും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനോ എൻ്റെ ജീവിതം നടത്താനോ ഒന്നും മാത്രം വരുമാനം കിട്ടിയില്ലെങ്കിലും അന്ന് തൊട്ടേ ആളുകൾ കടന്നു വരുമായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പക്ഷേ പിന്നീട് പൊതുജനങ്ങളിൽ അത്ര അവബോധമുണ്ടാകുകയും ഇന്ന് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ളവർ കൗൺസിലിംഗ് അന്വേഷിച്ചു വരികയും ചെയ്യുന്നൊരു കാലത്തിലേക്ക് എൻ്റെ ഈ പ്രൊഫഷണൽ കാലഘട്ടത്തിലാണ് ഈ കേരളത്തിലെ ഒരു അവബോധം മാറിയത്. ഇന്ന് ആളുകൾ എന്നോട് പറയും വളരെ അത്യാവശ്യമായൊരു ഫീൽഡിലാണ് താങ്കളെന്ന് പറയും. പക്ഷേ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആവുള്ളൂ. ആദ്യത്തെ ചില ദശകങ്ങളിൽ തന്നെ ഞാൻ അങ്ങനെയുള്ള പ്രോത്സാഹനം കിട്ടിയല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ എനിക്കെൻ്റെ ഫീൽഡിനെ കുറിച്ച് വളരെ ബോധ്യമുണ്ടായിരുന്നു, അത് ആവശ്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്നു. സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു മേഖലയാണെന്നുള്ള മാനസികാരോഗ്യം കേരളത്തിൽ അവഗണിക്കും. മറ്റ് ശാരീരികാരോഗ്യത്തിൽ നമ്മൾ ഏറെ മുന്നിലാണ്, വിദ്യാഭ്യാസത്തിന് വളരെ മുന്നിലാണ്. പക്ഷേ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള സമീപനം ആരോഗ്യകരമല്ലായിരുന്നു. അതുകൊണ്ടാണ് മാനസികാരോഗ്യവും നമ്മുടെ ശാരീരികാരോഗ്യം പോലെ തന്നെ പരിഗണിക്കേണ്ടതാണെന്നും അവിടെ ഉണ്ടാകുന്ന താളപ്പഴകൾ ഒരുപക്ഷെ ശാരീരിക രോഗത്തേക്കാൾ കൂടുതൽ മനുഷ്യജീവിതത്തെ അപകടപ്പെടുത്തുമെന്നുള്ള തിരിച്ചറിവും അതുകൊണ്ട് തക്ക സമയത്ത് കൊടുക്കുന്ന സഹായം അവരെ വീണ്ടും ജീവിതത്തിൽ വളരെ വലിയ വിജയത്തിലേക്കും നേട്ടങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് ജനത്തിനുണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഈ അവബോധം ആദ്യമേ മനസ്സിലാക്കിയതാണ് ഞാൻ ഈ ഫീൽഡ് വരാൻ എന്നെ സഹായിച്ചത്. ഇന്ന് കേരളത്തിലെ ധാരാളം സ്കൂളുകളിൽ, കോളേജുകളിൽ താങ്കളുടെ കൗൺസിലിംഗ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ചിലയിടങ്ങളിലൊക്കെ സ്കൂളുകളിലെ കുട്ടികളുടെ മാതാപിതാക്കന്മാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മാതാപിതാക്കന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങ് കൗൺസിലിംഗ് സെൻ്ററുകൾ കൗൺസിലിംഗ് ചെയ്യുന്നതും അവർ ക്ലാസ് നയിക്കുന്നതും പല ദേവാലയങ്ങളിലും, വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ ഉൾപ്പെടെ അങ്ങ് ക്ലാസ് നയിക്കുന്നത് വളരെ ആവേശത്തോടെ വൈദികർ ഉൾപ്പെടെ വിവിധ സമൂഹങ്ങളിലെ ആളുകൾ എന്നോട് പറഞ്ഞത് എനിക്ക് അനുഭവമുണ്ട്. ഇവിടെ ഈ അഗാപ്പെ കൗൺസിലിംഗ് സെൻറ്റർ വാസ്തവത്തിൽ തുടങ്ങാനുണ്ടായ സാഹചര്യം കൂടെ ഒന്ന് വിവരിക്കാമോ? ആദ്യമായിട്ട് ഞാൻ പഠനം കഴിഞ്ഞ് 90കളിൽ തിരുവല്ലയിലാണ് ഒരു കൗൺസിലിംഗ് സെൻ്റർ ആരംഭിച്ചത്. അത് എൻ്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ സ്വകാര്യമായി തുടങ്ങിയതാണ്. ആ കാലഘട്ടത്തിൽ വന്ന ധാരാളം ക്ലയൻസ് കേവലം ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് തന്നെ പലരെയും വിടാൻ പറ്റുന്ന സ്റ്റേജല്ല. ഉദാഹരണമായിട്ട് ആത്മഹത്യാ പ്രവണതയുള്ളവർ, നിരാശപ്പെട്ട കുടുംബകാലങ്ങളുള്ളവർ, അഡിക്ഷനിലുള്ളവർ, ഇങ്ങനെയുള്ളവരെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് വിട്ടാൽ അവർ അടുത്ത ആഴ്ച വരുമോ, അവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് വളരെ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ള ആളുകൾ നമ്മളെ കാണാൻ വരും. അപ്പോൾ അവരെ ചില ദിവസങ്ങളിൽ നമ്മളോടൊപ്പം താമസിപ്പിച്ച് അവരെ അപകടാവസ്ഥയൊന്ന് മാറ്റിയതിന് ശേഷം അവരെ തിരിച്ചു വിടണമെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ഇത് എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ദർശനം, എൻ്റെ ഈ കാഴ്ചപ്പാട് ചിലരോട് ഒക്കെ പങ്കുവയ്ക്കുകയും അങ്ങനെയുള്ള ഒരുപിടി ആൾക്കാർ, പ്രത്യേകിച്ച് ബ്രദർ സമൂഹത്തിലുള്ള കുറച്ച് പേര് കൂടിയാണ് ഈ അഗപ്പെ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപപ്പെടുത്തുകയും അങ്ങനെയാണ് പത്തനംതിട്ട 93 ഒരു കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിക്കുകയും അത് കഴിഞ്ഞ് 94 മലപ്രായ്ക്കടുത്ത് റെസിഡൻഷ്യൽ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് ഒരു 20,000-ൽ കൂടുതൽ ആളുകളും അവരുടെ കുടുംബങ്ങളും വന്ന് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ജീവിതം നിർമ്മിച്ച് ഇന്ന് വളരെ സന്തോഷകരമായി ജീവിക്കുന്ന അനേക ജീവിതങ്ങളെ കാണാനും ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്നത്. വളരെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് തക്ക സമയത്ത് ചില ജീവിതത്തിലെ സന്നിഗ്ധ നിമിഷങ്ങളിൽ അവരെ ഇടപെടാനും അവരെ സഹായിക്കാനും പറ്റി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ആണ് ഇന്ന് ഓർക്കാൻ കഴിയുന്നത്. വേദോസം തന്നെ പറയുന്നുണ്ടല്ലോ, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിലെ പൊന്മാരങ്ങ പോലെയെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ വാസ്തവത്തിൽ തകർന്ന തരിപ്പണമായ അല്ലെങ്കിൽ പാഴിശൂന്യമായ ഭൂമിയെ പുതുവാന ഭൂമിയാക്കിയതുപോലെ അനേകരുടെ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ നിങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്റർ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാമോ? ഞങ്ങൾ പലപ്പോഴും ഞാനൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ മാത്രം ഇരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് അല്ല. ഞാൻ ഈ 30 വർഷത്തിന് ഒരു 3000-ൽ കൂടുതൽ പബ്ലിക് മീറ്റിങ്ങുകൾ ഈ സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ളവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്.
ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏകദേശം 300-ൽ കൂടുതൽ സ്കൂളുകളുണ്ട്. അതിൽ ഒരു 90% സ്കൂളിൽ ഒരിക്കലെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലും മിക്കവാറും എല്ലായിടത്തും തന്നെ ഞാൻ പോകാത്ത വളരെ ചുരുക്കം സ്കൂളുകളേ ഉള്ളൂ. ഈ ജില്ലയിലുള്ള മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും വളരെ ചുരുക്കം ദേവാലയങ്ങളൊഴിച്ച് സഭാവ്യത്യാസമില്ലാതെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ട്രൈബൽ കോളനിയിലും ഞാൻ പോയിട്ടുണ്ട്. ഈ ജില്ലയിലുള്ള പോലീസുകാർക്ക് വേണ്ടി ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ട്. 7 വർഷം ഞാൻ ഇവിടെ കുട്ടികളുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടൊപ്പം ഒരു CWC മെമ്പർ എന്നുള്ള നിലയിൽ ഈ രംഗത്തുള്ള അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ എല്ലാ കേസുകളും ഡീൽ ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ ജില്ലയിൽ മിക്കവാറും ഈ കേരളത്തിലെ മിക്കവാറും എല്ലാ ട്രൈബൽ ഏരിയയിലും കോളനികളിലും ജയിലുകളിലും ഞാൻ പോയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജയിലിലും ഒരിക്കലെങ്കിലും പോയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും ഒരിക്കലെങ്കിലും പോകാൻ ദൈവം അവസരം തന്നു. അതുവഴി ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും, പണക്കാർ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലെ ആൾക്കാരുമായിട്ടും ഇടപെടാൻ ദൈവം അവസരം തന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ നല്ലൊരു എക്സ്പോഷർ. പ്രത്യേകിച്ച് സുനാമി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ 1 വർഷത്തോളം സുനാമി അഫക്റ്റഡ് മേഖലയിൽ ആഴ്ചയിൽ 1 വെച്ച് പോയി. ആ ദുരന്തത്തിൽ കൂടെ കടന്നു പോകുന്നവരെ 1 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അത് ആലപ്പുഴ തൊട്ട് കരുനാഗപ്പള്ളി വരെയുള്ള എല്ലാ തീരദേശത്തും പോകാൻ പറ്റും. അതുപോലെ കേരളത്തിലെ മിക്കവാറും എല്ലാ ട്രൈബൽ ഗ്രൂപ്പുകളിലും ഞാൻ പോയിട്ടുണ്ട്. അവരോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ 35 വർഷത്തിനകം എല്ലാ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലും ഇടപെടാനും സമൂഹത്തിലെ വളരെ ഉയർന്ന ആളുകളോടൊപ്പം ഇവിടുത്തെ മിക്കവാറും സർവകലാശാലയിലും ഒത്തിരി കോളേജുകളിലും ഒക്കെ പോയി ടോക്ക് എടുത്തിട്ടുണ്ട്. അതേസമയം വളരെ താഴെ തട്ടുള്ള അക്ഷരാഭ്യാസമില്ലാത്ത വളരെ പാവങ്ങളോടൊപ്പം പോയി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ധന്യമായ അനുഭവങ്ങളാണ്. ഇതുവഴി നമ്മുടെ സമൂഹത്തിലെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ 35 വർഷമായിട്ട് വളരെ വലിയ ഒരു അവബോധ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ വിദ്യാഭ്യാസമില്ലാത്തവർ പോലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ഒരു കൗൺസിലിങ്ങിൽ പോകണമെന്നുള്ള ബോധം വന്നിട്ടുണ്ട്. മനോരോഗികൾക്കല്ല കൗൺസിലിങ്, നോർമൽ ആൾക്കാർ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുമ്പോഴാണ്. മനോരോഗികളെ കൗൺസിലിങ് അവർ നോർമലായിട്ടേ ചെയ്യാൻ പറ്റൂ. കൗൺസിലിംഗ് പ്രധാനമായിട്ടും നോർമൽ ആൾക്കാർക്കാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഇപ്പം ചില ഉദാഹരണം പറയാം. ഇപ്പം ഇന്നലെ എനിക്ക് ഒരു കുട്ടി വന്നു, കഴിഞ്ഞ 2 മാസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിൽ പോകുന്ന നേരത്ത് പേടി വരും. ആ പേടി വരുന്നതുകൊണ്ട് ഛർദിലും ശാരീരിക അസ്വസ്ഥയും കാണുക. ഈ 2 മാസത്തിനും കേരളത്തിലെ ഒത്തിരി വലിയ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു. കൊച്ചിന് ഒരു വയറ്റിലെ രോഗം മാറുമ്പോൾ നെഞ്ചത്ത് വരും, നെഞ്ചത്തു നിന്ന് വരുമ്പോൾ തലയിൽ വരും, ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരും. ഡോക്ടർ ഷോപ്പിംഗ് നടത്തി വീട്ടുകാരും അടുത്തു. ഇവള് 11ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, മിടുക്കിയ ഒരു കുട്ടിയാണ്. പക്ഷേ അമിത ആദി കൊണ്ട് സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് എന്തു പറഞ്ഞാൽ ഒഴിവാകുന്നത് കാരണം ന്യായമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ശരീരം ഓരോ കാരണങ്ങൾ കാണിച്ച് അവളെ അവോയ്ഡ് ചെയ്യും. ആ കുട്ടി ഈ ആഴ്ച സഹായം കഴിഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോയി പരീക്ഷ എഴുതാൻ സഹായിച്ചു എന്നുള്ളത് ഭയങ്കര ആത്മസംതൃപ്തിയുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതമാണ്. മറ്റൊരു കുട്ടി വിവാഹത്തിന് വേണ്ടി ഉറച്ചു. അവൾക്ക് വിവാഹത്തെ പേടി, വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം അവൾ 10 വർഷമായിട്ട് വിവാഹത്തെക്കുറിച്ച് എപ്പം ചിന്തിച്ചാലും പേടി. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ 28 വയസ്സായി, വീട്ടുകാർ നിർത്താൻ തയ്യാറല്ല, കല്യാണം കഴിപ്പിക്കുന്നു. ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹം മുഴുവൻ വല്ലാത്ത പേടി വരുന്നു, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവളെ പ്രിപ്പയർ ചെയ്യുവാണ്. വരുന്ന 16-നോടെ വിവാഹം ഇവിടെ ഒരുക്കുക. അപ്പം ഇങ്ങനെയുള്ള വളരെ ഇവരെല്ലാം നോർമൽ പീപ്പിളാണ്, എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ്, ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. പക്ഷേ മറ്റൊരു കുട്ടി ദേഹം കൈ മുറിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 6 മാസമായിട്ട് മിടുക്കിയ ഒരു കുട്ടി, ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ്. പക്ഷേ അവൾ സ്കൂളിൽ പോകുന്നില്ല. ആത്മഹത്യാശ്രമം, ഒരു 7-8 ശ്രമങ്ങൾ നടത്തി 17 വയസ്സുള്ളൊരു കുട്ടി. അപ്പം ആ കുട്ടി ആ വ്യക്തിത്വ വൈകല്യത്തിൽ നിന്ന് അവൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഡിസോർഡറാണ്. ആ വ്യക്തിത്വ വൈകല്യത്തിൽ നിന്ന് മാറ്റി അവൾ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും പ്രതിസന്ധികളെ മാനേജ് ചെയ്യാനും അവളെ പ്രാപ്തിപ്പെടുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ വളരെ നോർമൽ ആൾക്കാർ, അവർ ആ സൈക്കാട്രിക് ക്ലയൻസ് അല്ല, നോർമൽ ക്ലയൻസ്. പക്ഷേ ഈ ചില വൈകല്യങ്ങൾ കൊണ്ട് അവർക്ക് സാധാരണ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. ആ തക്ക സമയത്ത് അവരെ സഹായിച്ചില്ലെങ്കിൽ 4-5 വർഷം അങ്ങനെ ഇരിപ്പായി പോയാൽ ജീവിതം തന്നെ പോകും. പക്ഷേ അത്തരം കാര്യങ്ങൾ തക്ക സമയത്ത് സഹായിക്കുകയും അവരുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്നാൽ
അവർക്കൊരു ഫുൾ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് കിട്ടും. ദൈവത്തിനും മനുഷ്യർക്കും കുടുംബത്തിനും ഒക്കെ പ്രയോജനമുള്ള ജീവിതത്തിലേക്ക് അവർക്ക് വരാൻ പറ്റും. പക്ഷേ ചെറിയൊരു തടസ്സം, ചെറിയൊരു പ്രശ്നത്തെ മാറ്റി ഇത് പലപ്പോഴും പേരൻസ് മനസ്സിലാക്കി തക്ക സമയത്ത് സഹായം കൊടുക്കുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ അഡിക്ഷൻസ്. ഇപ്പോൾ ഒരു കുട്ടി മൊബൈലിന് അഡിക്റ്റായിപ്പോയി. അഡിക്റ്റായിട്ട് അവൻ്റെ പഠിത്തം മുഴുവൻ ഉഴപ്പി. തക്ക സമയത്ത് അതിൽ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവൻ്റെ 10ഉം 12ഉം അതുപോലുള്ള പ്രധാനപ്പെട്ട എക്സാം ടൈമൊക്കെ മാറി അവൻ വിജയിച്ചില്ലെങ്കിൽ പിന്നീട് അവൻ എത്ര ശ്രമിച്ചാലും ആ ഗ്യാപ്പ് പിന്നെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തക്ക സമയത്ത് ഒരു കുട്ടിയുടെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ കഴിഞ്ഞാൽ നമുക്കവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം. ഇതുപോലെ ലഹരി അഡിക്റ്റ്. കഴിഞ്ഞ മാസം തന്നെ ഒരു വിശ്വാസഭവനത്തിൽ ജനിച്ചൊരു പയ്യൻ സ്കൂളിൽ വെച്ച് ബീഡി വലിച്ചത് സ്കൂളുകാരുണ്ട്. അപ്പോൾ അപ്പൻ വളരെ സ്പിരിച്വലി സ്ട്രിക്റ്റാണ്. അവനെ സ്കൂളിൽ നിന്ന് ഔട്ടാക്കിയപ്പോൾ പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞു, ഇവനെ പഠിപ്പിക്കേണ്ട, എനിക്ക് ഇങ്ങനത്തെ മോൻ എനിക്കില്ല. അമ്മ വീട്ടിൽ നിർത്തി. അത് എറണാകുളത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് അമ്മ വീട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ മൾട്ടിപ്പിൾ ഡ്രഗ് അഡിക്റ്റായിട്ട് മാറി. അവസാനം അവൻ എൻ്റെ അടുക്ക ഒരു 18 വയസ്സുള്ള പയ്യന് ആകെ 32 കിലോ ആണ് അവൻ്റെ വെയിറ്റ്. സകല ലഹരി വസ്തുക്കളും അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ്റെ പഠിത്തം പോയി, എല്ലാം പോയി. അവനും വന്ന് കഴിഞ്ഞ് 20 ദിവസം നമ്മളോടൊപ്പം താമസിച്ച് കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അവൻ കംപ്ലീറ്റ്ലി മാറി. അവൻ സ്പിരിച്വലി റീഹാബിലിറ്റഡ് ആയി. അവൻ ചർച്ചിൽ പോകാൻ തുടങ്ങി. അവൻ ജോലിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അവൻ വളരെ പ്രൊഡക്റ്റീവായി ജീവിക്കുന്നൊരു പയ്യനായിട്ടും അവൻ്റെ അച്ഛൻ അവനെ കാണാൻ, അവനെ തിരിച്ചു വിളിക്കാൻ പോയ വഴി ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചുപോയി. അമ്മയ്ക്ക് ഏക മകനാണ്. പക്ഷേ അമ്മ അവനെക്കുറിച്ച് വളരെ ഭാരപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പക്ഷെ അവനെ സഹായിച്ചതുകൊണ്ട് ഇന്ന് അവൻ അമ്മയ്ക്കൊരു അനുഗ്രഹമായിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് അമ്മയ്ക്ക് അവൻ അധ്വാനിച്ച പൈസ കൊണ്ട് കൊടുത്ത് കുടുംബത്തെ പോറ്റുന്നതിനായിട്ട് മാറി. ഇങ്ങനെ നമ്മൾ തക്ക സമയത്ത് കൊടുക്കുന്നതിൻ്റെ ഹെൽപ്പ് പലരുടെയും ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടാക്കും. തീർച്ചയായിട്ടും. കാരണം വേദോസത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ സദൃശവാക്യത്തിലെ സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. കുട്ടികൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു വിഷയത്തെ തോറ്റു കഴിയുമ്പോൾ മാതാപിതാക്കന്മാർ അവരെ അങ്ങ് ചവിട്ടി താഴ്ത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവരാകപ്പാടെ ക്ഷീണിച്ച് തളർന്നു പോകും. പക്ഷേ അവർ നെഗറ്റീവ് മൈൻഡിൽ നിന്ന് അവരെ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ സാറിനെ പോലുള്ള ആളുകളുടെ മാതാപിതാക്കന്മാർക്കൊക്കെ കൊടുക്കുന്ന ക്ലാസ്സിൽ ഇടപെടലുണ്ടാകുമ്പോൾ വലിയ ചരിത്രപരമായ മാറ്റങ്ങളാണ് രൂപം കൊള്ളുന്നത്. വാസ്തവത്തിൽ സാധാരണക്കാരുടെ ഇടയിലായിരുന്നു ഈശോയുടെ പ്രവർത്തനങ്ങൾ. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകളൊക്കെ സാധാരണക്കാരിലേക്കാണ് കൂടുതലും എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് ഈ സാറിൻ്റെ കൗൺസിലിംഗ് സഹായം എത്തിക്കാൻ പദ്ധതികൾ, പ്ലാനുകൾ ഒക്കെ എന്തൊക്കെയാണ്? നമ്മൾ ഈ നാളുകളിൽ ചെയ്യുന്ന ഒരു പ്രധാന ശുശ്രൂഷ കേരളത്തിൽ നമ്മുടെ കഴിഞ്ഞ ഒരു ചെറിയ കാലഘട്ടത്തിനകം നമ്മുടെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബങ്ങൾ. നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയായിട്ട് മാറുകയും ആ ന്യൂക്ലിയർ ഫാമിലി തന്നെ കേരളത്തിൽ ഒറ്റ പേരും 2 അപ്പനും അമ്മയും മക്കളും കൂടെ വളരുന്ന കുടുംബങ്ങളുടെ എണ്ണം തന്നെ കുറഞ്ഞു. കാരണം കേരളത്തിലെ 80-90 ലക്ഷം കുടുംബങ്ങളിൽ 60 ലക്ഷം മലയാളികൾ കേരളത്തിന് വെളിയില്ല. അപ്പോൾ അമേരിക്കയിലൊക്കെ ഡിവോഴ്സ് കൊണ്ടുള്ള സിംഗിൾ പേരൻസിനേക്കാൾ കൂടുതൽ ഇവിടെ അപ്പനോ അമ്മയോ ആരിലൊരു ഒരാൾ മാത്രമേ കുഞ്ഞുങ്ങളെ വളർത്തുന്നുള്ളൂ. 2 പേരും കൂടെ വളർത്തുന്ന കുടുംബങ്ങൾ കുറവാണ്. ഇത് കുട്ടികളുടെ ഡിസിപ്ലിനെ വല്ലാതെ ബാധിക്കുന്നു. മാത്രമല്ല ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഒരാൾ ഇൻകം ജനറേറ്റർ ആയിരുന്നു, അത് 2 പേരുമായി. അത് കഴിഞ്ഞിട്ട് 2 പേരും ജോലിക്ക് പോകുമ്പോഴത്തേക്ക് കുടുംബത്തെ ചെലവഴിക്കാൻ സമയമില്ല, ഇവർ തമ്മിൽ ചെലവഴിക്കാൻ സമയമില്ല. അത് കുടുംബ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡിവോഴ്സ് റേറ്റ് കേരളത്തിൽ വളരെ ഫാസ്റ്റായിട്ട് കൂടുക. ഏകദേശം ഇന്ത്യൻ ആവറേജിൻ്റെ 7 ഇരട്ടി കൂടുതലാണ് കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ്. അത് 350% വളർച്ചയിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അങ്ങനെ പോയാൽ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനകം വിദേശ രാജ്യങ്ങളെ പോലെ 25-30% ഡിവോഴ്സ് റേറ്റുള്ള രാജ്യമായിട്ട് വെറും 10 വർഷത്തിനകം കേരളം മാറും. ഇത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുടുംബങ്ങളുടെ നവീകരണത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ഞങ്ങൾ 3-4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ വിവാഹത്തിന് വേണ്ടി ഒത്തിരി ഒരുക്കങ്ങൾ നടത്തുന്നു. ലക്ഷക്കണക്കിന് രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, മാസങ്ങളോളം ഒരുങ്ങുന്നു. പക്ഷെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയേ ഒരുങ്ങുന്നു. പക്ഷേ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാൻ ആരും തരുന്ന 10-60 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഒരു പ്രിപ്പറേഷനും ചെയ്യുന്നില്ല.
പ്രത്യേകിച്ച് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇന്ന് ആളുകൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒത്തുപോകണമെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തിന് വേണ്ടി അവർ ഒത്തിരി കാര്യങ്ങൾ ഒരുങ്ങണം, ഒത്തിരി അറിവുകൾ വേണം. മണി മാനേജ് ചെയ്യുന്നത്, ദേഷ്യ വികാരം മാനേജ് ചെയ്യുക, സംസാരിക്കുന്നത് എങ്ങനെയാണ്, പ്രശ്നങ്ങളുണ്ടായാൽ തീർക്കുന്നത് എങ്ങനെയാണ്, സ്ത്രീ പുരുഷ വ്യത്യാസം എന്താ, സ്ത്രീകളുടെ നീഡ്സ് എന്തുവാ, പുരുഷന്മാരുടെ നീഡ്സ് എന്തുവാ, അഭിപ്രായ പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ വ്യക്തിബന്ധം കളയാതെ പരിഹരിക്കാം, പൈസ എങ്ങനെ മാനേജ് ചെയ്യാം, ഡേറ്റർ ഫാമിലിയോട് എങ്ങനെ റിലേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒത്തിരി കുട്ടികളെ എങ്ങനെ വളർത്തണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വെല്ലുവിളികളാണ് കുടുംബജീവിതത്തിലുള്ളത്. ഇതിനു വേണ്ടിയൊന്നും ഒരു ഒരുക്കവും ആർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ഒരാഴ്ച മുമ്പേ ഒരു കൗൺസിലിംഗ് അല്ല, 10-20 വയസ്സ് തൊട്ടേ ഏറ്റെടുക്കാൻ പോകുന്ന വിവാഹ ദൗത്യത്തിന് വേണ്ടി രണ്ടുപേരെയും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് വിവാഹ പ്രശ്നങ്ങൾ പലരും ഞങ്ങളുടെ പ്രശ്നമായി വരുന്നത്. സാറേ, ഈ അറിവൊക്കെ വിവാഹത്തിന് മുമ്പേ ഉണ്ടായിരുന്നു, ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് ഡിവോഴ്സിലേക്ക് പോയി പിന്നെ റീയൂണിയൻ ചെയ്ത ധാരാളം കപ്പിൾസ് എന്നോട് പറയാറുണ്ട്. എനിക്ക് ആയിരക്കണക്കിന് കപ്പിൾസ് ഡിവോഴ്സിലേക്ക് പോയവർ, സെപ്പറേറ്റഡായി പോയവർ റീയൂണിയൻ ചെയ്ത് ജീവിക്കുന്നു. അവരെയൊക്കെ ഇതുപോലുള്ള അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ ഞങ്ങളൊരു പ്രധാന ദൗത്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഓരോ സ്റ്റേജിലും വിവാഹം ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. ഇപ്പം ഒരു ഹണിമൂൺ ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്ക് ആൾ ഛർദ്ദി തുടങ്ങുന്നു, മോർണിംഗ് സിക്നസ് തുടങ്ങുന്നു, പെട്ടെന്ന് മാസങ്ങൾക്കാകുമ്പോൾ വേറൊരു മൂഡിലേക്ക് ഫാമിലി പോവുക. ഒരാൾ കുട്ടിയായി കഴിയുമ്പോൾ പിന്നെ കുട്ടിയുടെ കരുതൽ, കുട്ടിയുടെ കരച്ചിൽ, കുട്ടിയുടെ കെയർ, ഇതിലേക്ക് പോവുക. അപ്പോഴത്തേക്ക് വീട്ടിലെ ആദ്യത്തെ മൂഡെല്ലാം മാറും. ഇങ്ങനെ പിന്നെ ജോലിക്ക് പോകും, ജോലിയും കുടുംബം കൊണ്ടുള്ള ബാലൻസ് ചെയ്ത് പോവുക. ഇങ്ങനെയുള്ള ഓരോ സ്റ്റേജിലും കുടുംബം ഓരോ കടന്നു പോവുക. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻസിൻ്റെ കെയർ, രണ്ടുപേരും ജോലിയുള്ള സീനിയർ സിറ്റിസൻസിൻ്റെ കെയർ. പിള്ളേർ 10-17 വയസ്സാകുമ്പോഴത്തേക്ക് പേരൻസിനെ വിട്ടിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും അതങ്ങ് പോയി മാത്രമാകുന്നു. അതിൽ ചിലപ്പോൾ ഒരാൾ ചിലപ്പം രോഗിയായിട്ടോ അല്ലെങ്കിൽ നേരത്തെ പോകുന്നു. ഇങ്ങനെയുള്ള പല പല ഘട്ടങ്ങളിൽ കൂടെ കുടുംബം കടന്നു പോകുന്നു. ഈ ഘട്ടങ്ങളെയൊക്കെ എങ്ങനെ വിജയകരമായി അഭിമുഖീകരിക്കുക, അതിജീവിക്കാൻ ചെയ്യാവുന്ന ഒരു ഓറിയൻറ്റേഷനും ഇല്ല. അപ്പോൾ എപ്പോഴും നിരന്തരമായ റീഅഡ്ജസ്റ്റ്മെൻറ്റുകൾ ബാലൻസിങ്ങും ചെയ്തു പോയെങ്കിലേ എന്തോ പറ്റൂ, ജീവിതം ബാലൻസ് ചെയ്തു പോകാൻ പറ്റും. പ്രത്യേകിച്ച് തൊഴിലൂടെ വന്നപ്പോൾ തൊഴിലും കുടുംബവും കുഞ്ഞുങ്ങളെ വളർത്തലും കൂടെ ഇതിനിടയ്ക്ക് മാതാപിതാക്കളുടെ കെയർ, ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ വളരെ നല്ല ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എബിലിറ്റി എല്ലാവർക്കും ഉണ്ടാകണം. ഈ ഓരോ അവസ്ഥയെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള റിഫ്ലക്ഷൻസ് ഫാമിലിക്കുണ്ട്. അതിനുവേണ്ടിയാണ് വിവാഹം കഴിച്ചവർ ഓരോ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടി അവരവർ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ചില പ്രോഗ്രാം, ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ സാധാരണ സഭയുടെ നേതൃത്വത്തിലേക്ക് ആദ്യം വരുന്നത്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനിടെ ആ സഭാ നേതൃത്വം പലരും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരല്ല. അപ്പോൾ അതുകൊണ്ട് അതേസമയം അവർ റൈറ്റായിട്ട് മാനേജ് ചെയ്യുകയും അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ വയ്യാത്ത വിഷയങ്ങൾ കണ്ടുപിടിച്ച് അത് പ്രോപ്പർ ഏജൻസികൾക്ക് റെഫർ ചെയ്യാനെങ്കിലും അവർക്ക് കഴിഞ്ഞാൽ പല കുടുംബങ്ങളെ നമ്മുടെ ആദ്യ സ്റ്റേജിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് കോടതിയിൽ ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടന്ന് 2-3 വർഷം പോയി ലക്ഷക്കണക്കിന് രൂപ അതിന് ചെലവഴിക്കുന്നവർ ഈ പ്രശ്നം പരിഹരിക്കാൻ അതിൻ്റെ 10-1 പോലും എഫർട്ട് എടുക്കുന്നില്ലെന്നുള്ളതാണ് ചരിത്രം കാണിക്കുന്നത്. ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ സീനിയർ ചർച്ച് ലീഡേഴ്സിനെ ഹൗ ടു മാനേജ് ദിസ് ഇഷ്യൂ എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടക്കുന്നുണ്ട്. അതുപോലെ ഫാമിലി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു സ്ഥാപനമാണ്. ദൈവത്തിൻ്റെ പദ്ധതി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് ഫാമിലിയാണ് ലോകത്തിൽ മനുഷ്യരാശിക്ക് ഈശ്വരൻ കൊടുത്ത ഏറ്റവും വലിയ സംഭാവന. അത് കാരണം മനുഷ്യൻ വളരുന്നത് ഫാമിലിയിലാണ്. ഫാമിലി തകർന്നാൽ മനുഷ്യരാശി തന്നെ നശിക്കും. കാരണം മനുഷ്യത്വം രൂപപ്പെടുന്ന, മനുഷ്യൻ നിസ്വാർത്ഥനാകുന്നതും ദയവണിക്കുന്നതും കരുണ കാണിക്കുന്നതും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതും പൊരുത്തപ്പെടാൻ പഠിക്കുന്നതും ബഹുമാനിക്കാൻ പഠിക്കുന്നതും ശുശ്രൂഷിക്കാൻ പഠിക്കുന്നതും കൊടുക്കാൻ പഠിക്കുന്നതും ആതിഥ്യ മര്യാദ പഠിക്കുന്നതും പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നതും സകല മനുഷ്യ ഗുണങ്ങളും പഠിപ്പിക്കുന്ന സർവകലാശാല വീടാണ്. ഈ വീട്ടിൽ ഈ പരിശീലനം തുടങ്ങിയില്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത മനുഷ്യനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് കേവലം ആഹാരം കൊടുക്കുകയോ വിദ്യാഭ്യാസം ചെയ്ത് ജോലിയിലാക്കുകയോ ചെയ്യുന്നതിനേക്കാളും ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന സ്ഥലമാണ് കുടുംബം. അവിടെ കുടുംബം പരാജയപ്പെട്ടാൽ ലോകത്തെ മനുഷ്യരാശിയുടെ മനുഷ്യത്വം തന്നെ ഇല്ലാതാകും. ഇത് ലോകം മുഴുവൻ കുടുംബങ്ങൾ തകരുന്നതോടൊപ്പം മനുഷ്യരാശിയുടെ മനുഷ്യത്വം നശിക്കുകയാണ്. അതുകൊണ്ടാണ് കുടുംബത്തിൻ്റെ ശാക്തീകരണവും കുടുംബത്തിൻ്റെ എൻറിച്ച്മെൻറ്റും സമൂഹം ഇന്ന് ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കടപ്പാട്. ഇന്ത്യ
താരതമ്യേന മറ്റ് വിദേശ രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട ഒരു ഫാമിലി സിറ്റുവേഷൻ ഉള്ള സ്ഥലമാണ്. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. കാരണം ലോകത്തിലെ 123 ലോവസ്റ്റ് ഡിവോഴ്സ് റേറ്റ് ഉള്ള സ്ഥലമാണ് കേരളം, ഇന്ത്യ. ഈ കേരളം അങ്ങനെയല്ല, 7 ഇരട്ടി കൂടുതലാണ്. പക്ഷേ ഇന്ത്യയിലെ മൂല്യങ്ങളും ആ കുടുംബത്തിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളും നമുക്ക് ശക്തീകരിക്കാൻ കഴിഞ്ഞാൽ ഈ വേൾഡിൽ മൊത്തം ഉണ്ടാകുന്ന ഒഴുക്കിൽ നമ്മുടെ കുടുംബങ്ങൾ തകരാതെ നമ്മുടെ അടുത്ത തലമുറ രക്ഷപ്പെടാൻ നമുക്ക് കുടുംബങ്ങളെ ശാക്തീകരിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള കുടുംബ നവീകരണത്തിനുമുള്ള സെമിനാർസും ക്ലാസ്സുകളും ആളുകൾ ഇതൊരു സീരിയസ് ആയിട്ട് കാണണം. നമ്മൾ ഹൗസ് പണിയാൻ മലയാളി ഭയങ്കര തിരക്കിലാണ്, പക്ഷേ ഹോം പണിയാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. ഹോമാണ് ഇമ്പോർട്ടൻ്റ്, ഹൗസ് അല്ല എന്നുള്ള വലിയ സന്ദേശം. അതുകൊണ്ട് സേവ് ഫാമിലി, സേവ് മാരേജസ് ആൻഡ് സേവ് ചിൽഡ്രൻ, ഇത് നമ്മുടെ ഒരു സ്ലോഗനായിട്ട് തന്നെ മാറണം. കാരണം ഈ തലമുറയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ദൈവം വരുത്തി ഈ സംവിധാനം തകരാതെ നോക്കുകയാണ്. അതുവഴി നമ്മൾ മനുഷ്യരാശിയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ കടപ്പാടായിരിക്കും. അതിൽ നമ്മൾ മറന്നുപോയാൽ കുടുംബം തകർന്നു കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ, പിന്നെ നമുക്കിത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തന്നെ ഒരു കോൺടെസ്റ്റ് ഇല്ലാതാകും. പിന്നെ നമ്മൾ എവിടെ പോയി ആരോട് പറയും? ഈ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് വളരെ സമൂഹം എല്ലാവരും, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കുടുംബ നവീകരണം, കുടുംബത്തിൻ്റെ ശാക്തീകരണവും. അതിന് അവിടെ ധാരാളം ഭീഷണിയെ നേരിടുന്നുണ്ട്. എന്നാലും ആ ഭീഷണിയുടെ മധ്യത്തിലും ഈ സംവിധാനം ആരോഗ്യകരമായി പോയാൽ മനുഷ്യരാശിയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംവിധാനം ആരോഗ്യകരമായൊരു കുടുംബം നിലനിർത്തുക, സന്തോഷകരമായ കുടുംബം, സമാധാനമുള്ള സ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിത സ്ഥലമാണ് കുടുംബം, അല്ലേ? ഏറ്റവും വലിയ സമാധാനമുള്ള സ്ഥലമാണ്, ഏറ്റവും വളരാൻ സഹായിക്കുന്ന സ്ഥലമാണ്, സുരക്ഷിതത്വം കൊടുക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവായി വേറെ സ്ഥലം ഇല്ല. അതുകൊണ്ട് തന്നെ കുടുംബ നവീകരണത്തിൽ ഹൗസ് ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ കുടുംബ ജീവിതം മറക്കരുത്. കുടുംബമാണ് പ്രധാനം, ഫാമിലിയാണ് പ്രധാനം, ഹോമാണ് പ്രധാനം, ഹൗസ് അല്ല എന്നുള്ള ബോധം നമ്മളെ പഠിക്കാൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊണ്ടുവന്ന വേറൊരു പ്രോജക്റ്റ്. ഈ ശരിക്കും ഭൂമിയിലെ സ്വർഗമാണല്ലോ കുടുംബം. അതുകൊണ്ടല്ലേ സദൃശവാക്യത്തിലൊക്കെ ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അത് 7 തൂൺ തീർത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 128 സങ്കീർത്തനം തന്നെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൻ്റെ മനോഹരമായ ചിത്രം തന്നെയല്ലേ കാണിക്കുന്നത്. സാറിൻ്റെ ഇത്രയും നാളത്തെ ശുശ്രൂഷയിൽ ഈ കൗൺസിലിംഗ് രംഗങ്ങളിലൊക്കെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം ഒന്ന് പ്രേക്ഷകരോട് പങ്കിടാവോ? ധാരാളം കുടുംബങ്ങൾ സന്തോഷമായി പോകുന്ന ആയിരക്കണക്കിന് അനുഭവം. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നത് ചില ജീവിതങ്ങളെ സ്പർശിച്ച നല്ല അനുഭവത്തോടെയാണ്. അങ്ങനെ ആയിരക്കണക്കിന് അനുഭവം പറയാൻ പറ്റും. ഞാൻ ഇപ്പം പെട്ടെന്ന് ഓർക്കുന്നൊരു പിതാവിനെ ഞാൻ അദ്ദേഹത്തെ ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, 10 വർഷത്തിനും അദ്ദേഹത്തിൻ്റെ മകൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു 10-15 വർഷം മുമ്പാണ്, 20ഓളം വർഷം മുമ്പ് അദ്ദേഹം ഈ TV-യുടെ ബാക്ക് തുറന്നിട്ട് പിക്ചർ രൂപയെ തൊട്ടാൽ ചത്തുപോകും. അതിനുവേണ്ടി അത് റിപ്പയർ ചെയ്യുന്ന രീതിയിൽ അവനത് അഴിച്ചു തൊടാൻ തുടങ്ങിയപ്പോൾ അവന് ഈ അപ്പനെ ഞാൻ സഹായിച്ചു ഓർത്തിട്ട് അവൻ എന്നെ ആ സ്ക്രൂ അടിക്കുന്ന കൂട്ടത്തിൽ എന്നെ വിളിച്ച് ആ സമയത്ത് തന്നെ ഞാൻ പോയി അവനെ ഇവിടെ കൊണ്ട് രക്ഷപ്പെടുക. അവിടെ തന്നെ രാത്രി തന്നെ അപ്പനോട് ഞാൻ പറഞ്ഞു, സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് മരുന്ന് കൊടുത്ത് അഡ്മിറ്റ് ചെയ്തു. ഇന്ന് അവൻ കേരളത്തിലെ ഒരു പട്ടണത്തിൽ ഒരറിയപ്പെടുന്ന പാസ്റ്ററാണ്, ഒരു വലിയ ചർച്ചിൻ്റെ ചീഫ് പാസ്റ്ററാണ്, ലീഡറായിട്ട് മാറി. അങ്ങനെ ഒരാളല്ല, ഒത്തിരി നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അവൻ ഇന്ന് ഒരു 150-200 പേരുള്ള ഒരു ചർച്ച് ലീഡ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു നിമിഷത്തെ എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എന്നുള്ളത് പുറത്ത് ഭയങ്കര സന്തോഷം. ശരിക്കും കേരളത്തിലെ കൗൺസിൽ രംഗങ്ങളിൽ എന്തൊക്കെ സേവനങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ മെച്ചപ്പെടുത്താൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ ഉള്ളത്? ഒന്ന്, ആളുകൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ തകർന്നു കഴിഞ്ഞപ്പം മനസ്സ് തുറന്ന് സമ്പാദിക്കുക. ഒന്ന്, പണ്ട് ഗ്രാമത്തിലായാലും ആളുകൾ തമ്മിൽ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു, എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുമായിരുന്നു. ഇപ്പം ആ പങ്കുവയ്ക്കുന്ന ശീലമില്ല. എല്ലാവരും മതിൽ കെട്ടി അവനവൻ്റെ ഒരു തുരുത്തിലേക്ക് വരുന്നു. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായ പങ്കുവയ്ക്കുന്ന ശീലമില്ല. ഇതുകൊണ്ട് തന്നെ പലരും തന്നെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ രാത്രി തന്നെ 6 മണി കഴിഞ്ഞിട്ട് 2 പേര് ആത്മഹത്യയെക്കുറിച്ച് പ്ലാൻ ചെയ്ത കാര്യം എന്നെ വിളിച്ചു പറഞ്ഞു.
അവരെ ഇന്നലെ ഞാൻ സഹായിച്ചിരുന്ന അവർ ജീവിച്ചിരിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നതെന്ന് തന്നെ വിളിച്ചു, മറ്റേയാളെ കുറിച്ച് എനിക്കറിയത്തില്ല, എങ്കിലും ജീവിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ അങ്ങനെ ഒരു നിമിഷത്തിൽ അവർക്ക് എന്നെ വിളിക്കാൻ തോന്നി, അവരെ ഒരു ചില സഹായങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം തീർച്ചയായിട്ടും സമൂഹത്തിൽ ഈ ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അടുത്ത സ്റ്റെപ്പ് വെക്കണമെന്നറിയാതെ, ജീവിതത്തിൽ ഒരു പെത്തും പിടി കാണാതെ നിൽക്കുമ്പോൾ ഒന്ന് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതിനെ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പോകുന്ന അവർ എവിടെയെങ്കിലും പോയി സംസാരിക്കട്ടെ, ഷെയർ ചെയ്യട്ടെ, രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കണം. അതിൻ്റെ ഒരു അത്യാവശ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റീസ്റ്റോർ മൈൻഡ്സ് തുടങ്ങി. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു സ്ഥാപനമെങ്കിലും ഉണ്ടാവണം. ആളുകൾക്ക് ഓടി ഒന്ന് വരാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള സ്ഥാപനം ഉണ്ടാവണം. ഒരു പക്ഷേ എൻ്റെ ലൈഫ് ടൈം കൊണ്ടുള്ള ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എല്ലാ ജില്ലയിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പം പത്തനംതിട്ട, എറണാകുളത്തും തുടങ്ങിയിട്ടുണ്ട്. ബാക്കി 12 ജില്ലയിലൂടെ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. റിസ്റ്റോർ മൈൻഡ്സ് എന്നുള്ള സ്ഥാപനം. റിസ്റ്റോർ മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു പ്രയാസം വരും. പത്തനംതിട്ട മാത്രമാണോ? ഇപ്പോൾ പത്തനംതിട്ട, എറണാകുളത്തുമുണ്ട്. മറ്റ് ജില്ലകളിലൂടെ ഒരു ജില്ലയിൽ, കാരണം എനിക്ക് 400 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവരപ്പോൾ ആ ക്രൈസിസ് വരുമ്പം വരും, പക്ഷെ പിന്നീട് അവർക്കൊരു ഫോളോ അപ്പ് ചെയ്യാൻ വരത്തില്ല. അതുകൊണ്ടാണ് അതാത് ജില്ലയിലാണെങ്കിൽ അവർക്ക് അത് അവരൊരു റിക്കവറി ചെയ്യുന്നിടം വരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇത് ക്രൈസിസ് വരുമ്പോൾ സഹായിക്കാം, പക്ഷെ പിന്നെ പലപ്പോഴും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ജില്ലയിൽ ഒരിടത്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾക്ക് അതാത് സ്ഥലത്ത് പോയി അവരെ അത് നിലനിർത്താൻ പറ്റും. ഇതുവഴി നമുക്ക് എല്ലാ ദിവസവും ചില ജീവിതങ്ങളെ നമുക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ച് നീഡിയായിട്ടുള്ളവർ അവരൊരു സന്നിധ ഘട്ടത്തിൽ ഒന്ന് വിളിക്കാൻ വരാൻ തോന്നിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതവരുടെ രഹസ്യം സൂക്ഷിക്കുക, അവരെ ആരോടും പറയാതിരിക്കുക, അവരെ മനസ്സിലാക്കുക, അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അവരെ മുദ്ര കുത്താതിരിക്കുക. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റിയ അനേകരെ ചില സന്നിധ ഘട്ടങ്ങളിൽ സഹായിക്കാൻ നമുക്ക് പറ്റും. അത് ആ മൊമെൻറ്റിലുള്ള സഹായം ജീവിതത്തിൽ മറ്റൊരു നമുക്ക് പകരം വെക്കാൻ പറ്റുന്നില്ല. ശരിക്കും കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണല്ലോ കൗൺസിലിങ്ങും. ശരിക്കും ഒരു ഒരു നല്ല കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല മനുഷ്യ സ്നേഹം, മനുഷ്യനോടുള്ള പ്രതിബദ്ധത. മനുഷ്യരിൽ കൺസേൺ ഇല്ലാത്ത ഒരാൾ ഈ ഫീൽഡിൽ വരരുത്. ഏറ്റവും മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനായിരിക്കണം. മറ്റൊന്ന് നല്ല ലിസണറായി. ഇന്ന് ലോകത്തിൽ ഉപദേശം കൊണ്ട് ആളുകൾ മുഷിച്ചിരിക്കുക. ആളുകൾക്ക് എന്നെ ഒന്ന് കേൾക്കാനായാലും വേണം, മനസ്സിലാക്കാനായാലും വേണം. ഇതാ അവർ കുതിക്കുന്നത്. അപ്പം എന്നെ ഒരാൾ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട. അവർ നോൺ ജഡ്ജ്മെൻ്റ് അല്ലാതെ അവരെ കുറ്റപ്പെടുത്താതെ, വിധിക്കാതെ, ബ്ലെയിം ചെയ്യാതെ ഒന്ന് കേൾക്കുന്നു. അവരുടെ വശത്ത് നിന്ന് കേൾക്കും, നമ്മുടെ വശത്ത് നിന്നല്ല, അവരെ വശത്ത് നിന്ന് കേൾക്കുന്നു. അവർ കടന്നു പോകുന്ന ആ വികാരം അതേ അവസ്ഥയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ, ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾക്ക് ഭയങ്കര ആശ്വാസം. ഒരു പരിഹാരവും നടത്തിയില്ലെങ്കിൽ പോലും നമുക്ക് അവരെ പലരെയും സഹായിക്കാൻ പറ്റും. അപ്പം ഒരു കേൾക്കുന്ന കാതും ഹൃദയവും, ഇതാണ് ഒരു കൗൺസിലർക്ക് വേണ്ട മറ്റൊരു. പിന്നെ നല്ലപോലെ സംസാരിക്കുക. കാരണം ഒരാൾക്ക് ആ വാക്കുകൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റും. സദസ്യവാക്യത്തിൽ തന്നെ ഒരു വാക്യമുണ്ട്, ദ വേർഡ്സ് ഓഫ് ദ വൈസ് ബ്രിങ് ഹീലിംഗ്. സുഖപ്രദം എന്നാണ് മലയാളത്തിൽ, പക്ഷേ ഇംഗ്ലീഷ് അത് ബ്രിങ്സ് ഹീലിംഗ് എന്ന, സൗഖ്യം കൊടുക്കുന്ന. അപ്പോൾ വാക്കുകൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റും. അതിൻ്റെ മേളത്തെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നവരുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവുകൾ വാളുകൊണ്ട് കുത്തിയൊന്നുമല്ല, വാക്കുകൾ കൊണ്ടാണ്. ഏറ്റവും വലിയ സൗഖ്യവും തന്നതും ചില വാക്കുകളാണ്. അപ്പം ഏത് മരുന്നിനേക്കാളും സൗഖ്യം കൊടുക്കാൻ വാക്കുകൾക്ക് ശക്തിയും പറ്റും. അപ്പം തന്നെയല്ല, ചിലപ്പോൾ ഒരു സ്പർശനം, ചിലപ്പം കർത്താവ് തൊട്ട് സൗഖ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ ചിലരെ തൊടുന്നത് നമുക്ക് ഭയങ്കര സൗഖ്യദായകമായിരിക്കും. അപ്പം വാക്കുകൾക്കും സ്പർശനത്തിനും നോട്ടത്തിനും ചിരിക്കും ഒക്കെ പലരെയും എന്ത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരാൾ ആത്മഹത്യയിലേക്ക് പോയി. സ്വന്തം മകൻ 2 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഇട്ടിട്ട് പോയി. അവിടെ ആ 2 വയസ്സുള്ള കുട്ടിയെ 2 പേരെ വളർത്തി വലുതാക്കി. മകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവിടെ വാക്ക് കേട്ടിട്ട് ഈ മകൻ അമ്മയെ തല്ലി. ഈ അമ്മ അപ്പോൾ തന്നെ ജീവൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് എന്നെ അറിയാം. എന്നെ ആ പോകുന്ന വഴിക്ക് വിളിച്ചപ്പം ഞാനൊന്ന് കേട്ടിരുന്നിട്ട്, മോളെ നീ വാ എന്ന് പറഞ്ഞു. എൻ്റെ മുറി വന്നപ്പോൾ ആദ്യം ഉറക്കക്കാരനോട് പറഞ്ഞേ, സാറേ ആ മോളെ വിളിയാ എന്നെ ഈ മുറി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാക്കിനെ
അത്രയ്ക്ക് പവറാണ്. കാരണം ആ സമയത്ത് മകൻ്റെ അടി കൊണ്ടുപോകുന്ന ഒരു അമ്മയ്ക്ക് ഒരാൾ മോളെ നിന്ന് വിളിച്ചപ്പോൾ അത് വരാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവരുടെ ജീവിതം ടേൺ ചെയ്തു, ആ പോക്കിൽ നിന്ന് ടേൺ ചെയ്തു. ഒറ്റ വാക്ക് ഞാൻ അത്രയൊന്നും അർത്ഥമാക്കി വിളിച്ചതല്ല, പക്ഷേ ഒരു വാക്ക് മറ്റൊരാളുടെ ഉണ്ടാക്കുന്ന സ്വാധീനം നമുക്ക് പിന്നീട് വിവരിക്കാൻ പറ്റത്തില്ല. ആ സമയത്തുള്ള ആ വിളിക്ക് അവർക്ക് ഭയങ്കര ആശ്വാസം തരാൻ പറ്റി. അതുകൊണ്ട് സ്നേഹത്തോടുള്ളൊരു വാക്ക്, ഒരു സ്പർശനം, ഒരു സ്വാന്തനം, അത് മനുഷ്യഹൃദയത്തിൽ ഭയങ്കര ഹീലിംഗ് ഉണ്ടാക്കും. അത് ദൈവകൃപയോടെ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അനേകരെ സൗഖ്യമാക്കാൻ പറ്റും. സത്യത്തിൽ വാക്കുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയായത്, മരുന്നൊന്നുമില്ലാതെ വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരാളെ സൗഖ്യം കൊടുക്കാൻ പറ്റുക. അതിനുള്ള ഒരു സംസാരിക്കാനും കേൾക്കാനും അവരുടെ വികാരം മനസ്സിലാക്കി പെരുമാറാനും ഒക്കെ ഉള്ളൊരു കഴിവും, പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അനേകരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോടുകൂടെ സഹകരിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട്. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ജോൺ ജേക്കബ് എത്ര ഹൃദയസ്പർശിയായിട്ടാണ് നമ്മോട് ഇടപെട്ടത്. ദൈവത്തിൻ്റെ അംബാസഡറായി ചെറിയവരോടും വലിയവരോടും പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അനാഥരോടും സമൂഹം തള്ളിക്കളഞ്ഞവരോടും എല്ലാ മേഖലകളിലും ചെറുപ്പക്കാരോട്, യുവതികളോട്, യുവാക്കന്മാരോട്, ദമ്പതികളോട് ഒക്കെ ഇടപെട്ട് തകർന്നുപോയ അനേക കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇദ്ദേഹം ഒരു നല്ല ശബരിയാക്കാരൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ആൾരൂപമായി, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ഇന്ന് സമൂഹത്തിന് ആകെ ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ആവേശകരമാണ്. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ പോലെ അവിടുത്തെ പ്രതിനിധിയായി അനേകർക്ക് ആശ്വാസം പകരുന്ന നല്ല വാക്കിൻ്റെ ഉടമകളായി അനേകരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവരായി തീരാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്കൊരുമിച്ച് കാണാം. അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴുമാറാകട്ടെ.